अब की बार ट्रंप सरकार അടിപൊളി അടിപൊളി അടിപൊളി. നമ്മുടെ മോദിജി പറഞ്ഞതുപോലെ ട്രംപ് അളിയൻ തന്നെ ജയിച്ചു. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സ്ഥാനമേൽക്കുകയാണ്. മോദിജിയും കൂട്ടരും സംഘപരിവാർ ഭജന സംഘവും പാടിക്കൊണ്ട് നടക്കുന്നത് ഔട്ട് ഗോയിങ് പ്രസിഡന്റായ ബൈഡനും ഇൻകമിംഗ് പ്രസിഡന്റ് ട്രംപും മോദിജിയുടെ അളിയന്മാരാണ് എന്നാണ്. എന്നാൽ ചെങ്ങായിമാരെ, നിങ്ങൾ അറിഞ്ഞോ ഈ പരിപാടിക്ക് നരേന്ദ്രമോദിയെ വിളിച്ചിട്ടില്ല, ട്രംപ് അളിയൻ വിളിച്ചില്ല. എന്നാൽ അതിനേക്കാളൊക്കെ ഹൃദയം പൊട്ടിപ്പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? അംബാനിയെയും ഭാര്യ നിത അംബാനിയെയും ട്രംപ് അളിയൻ വിളിച്ചോണ്ട് പോയി. Which is, unheard of, especially, I shouldn't say this for a Republican. The Republicans are actually becoming the mainstream party. And very importantly, നിങ്ങൾ ഈ ചിത്രം കണ്ടോ? സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കമ്ര ഒരിക്കൽ ട്വിറ്ററിൽ കുറച്ചു കാലം മുമ്പ് ഷെയർ ചെയ്തൊരു ചിത്രമായിരുന്നു. അന്ന് അത് വലിയ വിവാദമായിരുന്നു. ഈ ചിത്രം ഇന്നിന്റെ ചിത്രമായി. അലാവുദ്ദീനും അത്ഭുത വിളക്കുമാണ് ചിത്രത്തിലുള്ളത്. അലാവുദ്ദീനും മുകേഷ് അംബാനിയുടെ മുഖം, അത്ഭുത വിളക്കിൽ നിന്നും പൊങ്ങി വരുന്ന ഭൂതത്തിന് പ്രധാനമന്ത്രി മോദിയുടെ മുഖമാണ്. ജോലിക്കാരനും ബോസും എന്ന അടിക്കുറിപ്പോട് കൂടിയായിരുന്നു കുനാൽ കമ്ര എന്നത് ഷെയർ ചെയ്തത്. ആ ചിത്രം ഇന്നത്തെ ഇന്ത്യയുടെ പച്ചയായ ചിത്രമാണ്. അത് ട്രംപ് ബോസിനെ വിളിച്ചു, ജോലിക്കാരനെ എന്തിനു വിളിക്കണം? ട്രംപ് ഒഴിവാക്കി. ട്രംപ് ഇന്ന് തിരിച്ചറിഞ്ഞ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് കുനാൽ കമ്രയും ഇന്ത്യക്കാരിൽ ചിലരും തിരിച്ചറിഞ്ഞിരുന്നു. മോദിയെ ട്രംപ് വിളിക്കാത്തതിനെ കുറിച്ച് ആളുകൾ പലതും പറയുന്നുണ്ട്. ചിലർ പറയുന്നു സ്വന്തമായിട്ട് പ്രധാനമന്ത്രിയുള്ള 2 മുതലാളിമാരാണ് അദാനിയും അംബാനിയും. 2 പേർക്കും ഒരു സ്വന്തം പ്രധാനമന്ത്രിയുണ്ട്. ട്രംപ് ആണെങ്കിൽ സ്വന്തം തന്നെ മുതലാളിയാണ്, സ്വന്തം തന്നെ പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രി മോദിജിയാണ് മുതലാളിമാരെ ലോക നേതാക്കൾക്ക് മുട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മുട്ടിച്ചു കൊടുത്ത് അവസാനം മുതലാളിമാര് ചെന്ന് നേരിട്ട് മുട്ടാൻ മാത്രം വളർന്നുപോയി. ഇടനിലക്കാരൻ മാത്രമായി പ്രധാനമന്ത്രി തരം താഴ്ന്നു. നൈസായിട്ട് അങ്ങോട്ട് തട്ടി ട്രംപ് അളിയൻ. അതാണ് സംഭവിച്ചത്. എന്തായാലും മോദി പുറത്തായി, അംബാനി അകത്തായി. വേറെ ചിലർ പറയുന്നു കാശ് കൊടുത്താൽ ട്രംപ് അളിയൻ ഏത് മുതലാളിമാർക്കും ചടങ്ങിൽ പ്രവേശനം നൽകുമെന്ന്. അങ്ങനെ അംബാനി കാശ് കൊടുത്താണ് പോയത് എന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ അങ്ങനെ കാശ് കൊടുത്ത് പോകാമെങ്കിൽ അദാനിക്കും പോയിക്കൂടെ? എന്താണ് ഇഷ്ടം പോലെ കാശ് ഞങ്ങൾ അദാനി മുതലാളിയുടെ കയ്യിലും ഇല്ലേന്ന്? ഉണ്ട്. പക്ഷെ അമേരിക്കയിലെ ഇങ്ങനെ കാലുകുത്തും അദാനി. അറസ്റ്റ് വാറന്റ് കിടക്കില്ലേ? ഹിൻഡൻബർഗിനെയൊക്കെ പൂട്ടിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോ കാലക്രമേണ എല്ലാം അദാനിക്കും കയറാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ട്രംപ് അടിസ്ഥാനപരമായി പ്രസിഡന്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ബിസിനസ്സുകാരനാണ്. എല്ലാം ബിസിനസ് താല്പര്യപരമാണ് പുള്ളിയുടെ കാര്യങ്ങൾ. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അമേരിക്ക ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ ട്രംപ് അളിയൻ ഫസ്റ്റ്. മോദിക്ക് ചടങ്ങിന് ക്ഷണമില്ലാത്തത് എക്സിൽ വൻ ട്രോളായി മാറിയിട്ടുണ്ട്. അഭിഷേക് ഗോയൽ പറയുന്നത് നോക്കൂ, എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ഇത്തരം ഒരു ചടങ്ങിന് വിളിക്കുക? നിങ്ങൾ തന്നെ പറ. ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ്. ശുഭകരമായ ചടങ്ങുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ വിളിക്കും? അത് പോരാഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയില്ല. കൂടാതെ ഇനി ടെലിപ്രോംപ്റ്റർ ഇല്ലാന്ന് വിചാരിക്കുക. ടെലിപ്രോംപ്റ്റർ പണിമുടക്കെ ഇല്ലാതിരുന്നാ പറഞ്ഞ ഇന്ന് മുഴുവൻ മണ്ടത്തരമായിരിക്കും. അതുകൂടാതെ നരേന്ദ്രമോദിക്ക് വേറൊരു ദുശീലുണ്ടത്രേ. ഇങ്ങനെ വലിയ ആൾക്കാരൊക്കെ കൂടുന്ന ചടങ്ങിലൊക്കെ പോയാൽ അദാനിയുടെ വിസിറ്റിംഗ് കാർഡ് വിതരണം ചെയ്ത് ബിസിനസ് പിടിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടത്രേ. നാണക്കേട് തന്നെ. എന്താല്ലേ, നമ്മൾ അറിഞ്ഞു. നമ്മൾ ആരോട് ഇത് പറയാൻ പോണ്ടട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മളെ പ്രധാനമന്ത്രിയല്ലേ. മെല്ലെ പറ. വേറൊരാള് പറയുന്നത് നോക്കൂ, ട്രംപ് കരുതി മുകേഷ് അംബാനിയാണ് പ്രധാനമന്ത്രി എന്നാണ്. മറ്റൊരാള് പറയുന്നു ട്രംപ് അങ്ങനെ പൊട്ടനും ചട്ടനും ഒന്നും അല്ല, മൂപ്പർക്കറിയാം ആരാണ് ബോസ് എന്ന്, അതുകൊണ്ട് ബോസായ അംബാനിയെ തന്നെ വിളിച്ചോണ്ട് പോയി എന്നാണ്. ഈ ട്രോള് നോക്കൂ, ട്രംപിന്റെ മനസ്സിലെ ചിന്ത എന്താണ്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിന്ത എന്താണ്? മോദി, അംബാനി ആൻഡ് ഗൗതം അദാനി. ഇതാണ് ഈ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്ത. എത്ര നമ്മളെ ലോകത്തിന് മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ റിയൽ പപ്പു ആയത് മോദിയാണെന്ന് മറ്റൊരാൾ പറയുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ അംബാനി ട്രംപിന് പ്രിയപ്പെട്ടവനായത് എന്തുകൊണ്ടാണെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം മുതലാളിത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലെ സമ്പന്നരായ ഉന്നതരുടെ നേട്ടത്തിലാണ് ട്രംപ് പണിയെടുക്കുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അംബാനിയെ പോലെ സ്വാധീനമുള്ള ബിസിനസ്സുകാരുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം വ്യാപിപ്പിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അതിന് മോദി ആവശ്യമില്ല, അംബാനിയാണ് ആവശ്യം. ഇന്ത്യൻ സർക്കാരിന്റെ ഗംഭീര പരാജയമാണിത്. ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് സർക്കാരിൽ കാര്യമായ നിയന്ത്രണമുണ്ടെന്ന് മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക വരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി പലവട്ടം ഇത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചെങ്കിലും വ്യാജ പ്രചാരണ സംവിധാനം, ഇവിടത്തെ IT സെൽ അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പപ്പു ഇപ്പൊ മോദിയാണ്, അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനമാണ്.
സത്യമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതാണ് സത്യം എന്ന്? In India have connected well with President Trump. The words of candidate Trump. अब की बार ट्रंप सरकार. Rang loud and clear. And മോദിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിന് വേറെയും ചില കാരണങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. നരേന്ദ്രമോദി വേണോ ചൈന വേണോ എന്ന് ആരോ ട്രംപ് അളിയനോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ ട്രംപ് അളിയൻ പറഞ്ഞു ചൈന മതി, എന്തിനാണ് മോദി എന്ന്. അപ്പോഴും മോദി പുറത്തായി ഗൈസ്. ചടങ്ങിൽ ചൈനയ്ക്ക് ക്ഷണമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. 100 ദിവസത്തിനുള്ളിൽ വരുന്ന 100 ദിവസത്തിനുള്ളിൽ ട്രംപ് ചൈന സന്ദർശിക്കുമെന്നാണ് വാർത്ത. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ബന്ധം കൂടുതൽ ആഴത്തിൽ തിക്കാക്കാൻ വേണ്ടിയാണ് ഈ യാത്ര. സംഘികളും മോദിയും ഇതെങ്ങനെ സഹിക്കും? എനിക്ക് പാവം തോന്നുന്നു. മാറിയിരുന്ന് മൂലക്കിലേക്ക് നീങ്ങിയിരുന്ന് കരയൂ. ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോണിൽ ഇരുന്ന് സംസാരിച്ചു. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ചൈനീസ് പ്രസിഡന്റ് നേരിട്ട് ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ഷീ ജിൻപിങ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ പങ്കെടുക്കുന്ന പരിപാടിയില്ല. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്ങിനെയാണ് അമേരിക്കയിലെത്തുന്നത്. ആദ്യമായിട്ടാണ് അത്ര ഒരു മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥൻ US പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചൈനീസ് നേതാവ് ഒരിക്കലും വിദേശ നേതാക്കളുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ഷീ ജിൻപിങ് വരാത്തത്. അതൊരു കീഴ്വഴക്കം. അതോടെയാണ് വൈസ് പ്രസിഡന്റ് അയക്കാൻ ചൈന തീരുമാനിച്ചത്. ഇപ്പൊ എന്താ ഈ കാര്യം? നമ്മൾ അതിന് മാന്തിക്കൊണ്ടിരിക്കുക അപ്പുറത്തിരുന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യച്ചാൽ, ഇങ്ങനെ ചങ്കും കരളും തിക് ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തിനാണ് അമേരിക്ക ടിക്ടോക്ക് നിരോധിച്ചത്? അത് വലിയൊരു കഥയാണ് മക്കളെ. അമേരിക്കയും ഇസ്രായേലും കൂടി ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിയത്, പാലസ്തീനികളെ വംശഹത്യ ചെയ്ത് പലായനം ചെയ്യിപ്പിച്ചത് മുഴുവൻ മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടിക്കൊണ്ടായിരുന്നു. ഗസയിൽ ആർക്കും പോകാൻ പറ്റില്ല. അവിടെ നേരിട്ട് പോയിട്ട് എന്ത് നടക്കുന്നു എന്ന് അറിയാൻ പറ്റില്ല. പുറത്തു നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അൽ ജസീറയുടെ റിപ്പോർട്ടർമാര് അവിടെ തന്നെയുള്ള ചില തദ്ദേശീയരായ പലസ്തീനികളായിരുന്നു. അങ്ങനെ ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടാനും ക്രൂരതകൾ പുറം ലോകം അറിയാതിരിക്കാനും അമേരിക്കയ്ക്ക് ഒരു പരിധിവരെ സാധിച്ചു എന്നതാണ് സത്യം. പക്ഷേ പണിപാളി ഗൈസ്. ടിക്ടോക്ക് വഴി ഗസയുടെ കരച്ചിൽ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ തേങ്ങൽ, ഹൃദയം പിളർക്കുന്ന വീഡിയോകളൊക്കെ ആയിരം വാർത്തകൾ ടിക്ടോക്കിലൂടെ വൈറലായി. അപ്പൊ ട്രംപളിയെ സ്ഥാനേൽക്കുമ്പോ ഈ ടിക്ടോക്ക് ഒരു ശല്യല്ലേ? അങ്ങനെ നമ്മൾ പറ്റുമോ? അതങ്ങ് തൽക്കാലത്തേക്ക് പൂട്ടിച്ചു. അത്രയുള്ള കാര്യം. ഇതാണ് ട്രംപും ബൈഡനും തമ്മിൽ നടക്കുന്ന ആമയും മുയലും നടന്ന പോലത്തെ ഒരു ഓട്ടമത്സരാണ്. ഇതാ ബൈഡൻ ടിക്ടോക്ക് നിരോധിക്കുന്നു. ട്രംപ് കയറുന്നതിന് മുമ്പ് തന്നെ അത് റീസ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടിക്ടോക്ക് ബാനിനെ പറ്റിയില്ലേ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇതാ ടിക്ടോക്ക് ബാൻ നീക്കി തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മോദിക്ക് കാര്യങ്ങൾ മനസ്സിലായോന്ന് എനിക്കറിയില്ല. ലോകത്തിന് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭരിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടമാണോ അതോ അതിനെ നിയന്ത്രിക്കുന്ന ഒരു കച്ചവടക്കാരനാണോ എന്ന ചോദ്യമാണ് ലോകം മുഴുവൻ ഇന്ന് ചോദിക്കുന്നത്. സംഗതി സത്യമാണ്. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് മുകേഷ് അംബാനിയാണോ എന്ന് നാട്ടുകാർ സംശയിച്ചാൽ ഓലക്കുറ്റം പറയാൻ പറ്റൂല. അദാനി അടക്കമുള്ള ഗ്രൂപ്പുകൾ കൂട്ടുഭരണത്തിനൊപ്പം തിക്കായി നിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഭരണം അംബാനിയുടെ കൈകളിൽ തന്നെയാണെന്ന് ഇന്ത്യ മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ തുനിഞ്ഞിറങ്ങിയ അംബാനിയുടെ ശ്രമങ്ങൾ അതിന്റെ അവസാനഘട്ട ശ്രമങ്ങളിലാണ്. കയ്യിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ സർക്കാരിന്റെ കയ്യിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചൂള് വിലയ്ക്ക് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. SBI വാങ്ങുന്നു, വിമാനത്താവളം വാങ്ങുന്നു, വിമാന കമ്പനി വാങ്ങുന്നു, BSNL, എയർ ഇന്ത്യ, തൂക്കി വാങ്ങാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ വാങ്ങാൻ മൂപ്പർ റെഡിയാണ്. ഇന്ത്യയുടെ പ്രകൃതി സമ്പത്ത്, ധാതു സമ്പത്ത്, പെട്രോ കെമിക്കൽ സമ്പത്ത് ഒറ്റയടിക്ക് കൈപ്പിടിയിലാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. രാജ്യത്ത് നിലവിലുള്ള വൻകിട കമ്പനികളെയെല്ലാം തകർത്തുകൊണ്ട് എല്ലാ മേഖലകളിലും തൂത്തുവാരാനും കുഞ്ഞു കച്ചവടക്കാരെയൊക്കെ ഓടിച്ചുവിടെ അംബാനി ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനും ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തകയാകാനുമുള്ള ശ്രമം മറുവശത്ത് നടക്കുന്നു. കാട്, മടല്, കടല്, മല, പാടം, താഴ്വര ഇത് തീരെഴുതി വാങ്ങാൻ പറ്റുമെന്ന് വേറെ വഴിക്ക് നോക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങൾ ഓൾറെഡി തീരെഴുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ പഴുതും അടച്ച ശേഷമാണ് മൂപ്പര കടം വിട്ട് ഭൂരിഭാഗം മനുഷ്യരും ചേരിയിൽ താമസിക്കുന്ന മുംബൈ നഗരത്തിലെ 27 നില വീട്ടിലാണ് അദ്ദേഹത്തിന്റെ താമസം. മുകേഷ് അംബാനിയുടെ ആന്റിലിയ എന്ന മാൻഷൻ ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരം കഴിഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുന്തിയ സ്വകാര്യ കൊട്ടാരങ്ങളിൽ ഒന്നാണിത്. മകന്റെ കല്യാണ മാമാങ്കം നമ്മൾ ഈ അടുത്ത ദിവസമാണ് കണ്ട കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ നിന്നും മാറിയിട്ടില്ല. മോദിജി പോയായിരുന്നു കേട്ടോ, പക്ഷെ ട്രംപളെയും വിളിച്ചില്ല. അപ്പൊ പിന്നെ അംബാനിയെ അല്ലേ ട്രംപ് വിളിക്കേണ്ടത്? നിങ്ങൾ പറ. മോദിയും സംഖ്യകളും കുറച്ചു നേരം അവിടെ നാണിച്ച് മൂലയ്ക്ക് മാറിയിരുന്ന് കരയൂ.
അംബാനി പോയിട്ട് ചടങ്ങൊക്കെ കൂടി അടിപൊളിയായി വരട്ടെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അംബാനി പോകുന്നില്ല, നമുക്ക് അഭിമാനിക്കാം. ഇത്രയും വലിയൊരു മുതലാളിയല്ലേ ഒന്നുമില്ലെങ്കിൽ. വാൽകഷ്ണം. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഒരു ജൂത റബ്ബി, ഒരു മുസ്ലിം ഇമാം, ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ, ഒരു കത്തോലിക്ക റവറന്റ് എന്നിവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. അല്ല, അപ്പൊ ഹിന്ദു പുരോഹിതന്റെ പ്രാർത്ഥന വേണ്ടേ? പോട്ടെ, ഒരു സംഘീ പ്രാർത്ഥനയെങ്കിലും വേണ്ടേ? ഇല്ല, ഒന്നുമില്ല. തേഞ്ഞു, അവിടെയും തേഞ്ഞു, അടപടലം തേഞ്ഞു.